ഇനി നമ്മൾ കർണാടകത്തിലേക്ക് ആണ് പോകുന്നത്. കർണാടകയിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ രാജിവെക്കുകയും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ പാളുന്നോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. അതായത് രാജ്യസഭയിലേക്കോ ദേശീയ രാഷ്ട്രീയത്തിലേക്കോ ഇല്ല എന്ന് സിദ്ധരാമയ്യ അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പദവികൾ, അതായത് ഈ DK ശിവകുമാർ മന്ത്രിസഭയിൽ തൻ്റെ ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകണം. ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് സിദ്ധരാമയ്യ. എന്താണ് കർണാടകത്തിലെ ഏറ്റവും പുതിയ നീക്കങ്ങൾ? വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഹൈക്കമാൻഡിൻ്റെ നീക്കങ്ങൾ പാളുകയാണോ? സിദ്ധരാമയ്യ സമ്മർദ്ദം ശക്തമാക്കിയാൽ, പ്രത്യേകിച്ച് ജാതിമത സമവാക്യങ്ങളെയാണല്ലോ സിദ്ധരാമയ്യ ആയുധമാക്കി മാറ്റുന്നത്, കോൺഗ്രസ് വെട്ടിലാവുകയാണോ? അഭിലാഷ്, വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കർണാടകയിൽ കോൺഗ്രസിനെ കൊണ്ട് സിദ്ധരാമയ്യ ഇട്ടിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് 2025 സർക്കാരിന് മുന്നിലേക്ക് വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പടിയിറങ്ങുന്നതിന് മുൻപ് അതിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സിദ്ധരാമയ്യ പുറത്തേക്ക് വരുന്നത്. ഈ ജാതി സെൻസസിൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കുമ്പോൾ വരുന്നൊരു പ്രതിസന്ധി അവിടെയുള്ള മുന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടായി അത് മാറിയിരിക്കുകയാണ്. കാരണം ലിംഗായത്ത്, ഒക്കലിക വിഭാഗങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൽ പിന്നാക്ക, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ വിഹിതം കിട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണനയും സംരക്ഷണവും കിട്ടുന്ന തരത്തിലേക്ക് അവിടുത്തെ വ്യവസ്ഥ ഒന്നുകൂടി മാറും. ഇത് മുന്നാക്ക വിഭാഗങ്ങളെ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് അകറ്റുമെന്ന് AICC നേതൃത്വം ഭയപ്പെടുന്നു. മാത്രമല്ല, ഒരു മുന്നാക്കക്കാരനായ പുതിയ മുഖ്യമന്ത്രി വരുമ്പോൾ, DK ശിവകുമാർ വരുമ്പോൾ, അദ്ദേഹം ഈ റിപ്പോർട്ട് ഉൾക്കൊണ്ടാലും തള്ളിയാലും അത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കും. അങ്ങനെ ഒരു കെണി ഒരുക്കിയിട്ടാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കടുപ്പിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും രാജ്യസഭയിലേക്കില്ല എന്ന് സിദ്ധരാമയ്യ തറപ്പിച്ച് പറയുമ്പോൾ കർണാടകയിൽ തുടരുന്നു, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുന്നു. അത് എന്തായിരുന്നാലും ശുഭകരമായ ഒരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, മന്ത്രിസഭയുടെ പുനഃസംഘടന കൂടി നടക്കുമ്പോൾ 7ഓളം മന്ത്രിമാർ താൻ നിർദ്ദേശിക്കുന്ന ആളുകൾ വരണം. അത് പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക്. മാത്രമല്ല, ഉപമുഖ്യമന്ത്രിമാർ 2 പേർ ഉണ്ടാകണമെന്ന ആവശ്യമുണ്ട്. അതിൽ ഒരു സ്ഥാനം മകന് വേണ്ടിയും വേണമെന്ന ആവശ്യം സിദ്ധരാമയ്യ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയാലും ഒരു തരത്തിലും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് യോജിക്കാതെ, അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സിദ്ധരാമയ്യ കർണാടകത്തിൽ തുടരും എന്ന കാര്യം വ്യക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ DK ശിവകുമാറിന് ആ കസേര അത്ര സുഖകരമായ ഒന്നായി മാറില്ല. അഭിലാഷ്. യെസ്, അതാണ് കർണാടക രാഷ്ട്രീയത്തിലെ തീർച്ചയായും ക്രൈസിസ് മാനേജർ എന്ന് തന്നെയാണ് DK ശിവകുമാറിനെ. ട്രബിൾ മാനേജർ, ട്രബിൾ ഷൂട്ടർ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ DK ശിവകുമാറിനുണ്ട്. അതായത് ഒട്ടേറെ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ, അത് കേരളത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് അമിത്ഷായുടെ ചില നീക്കങ്ങൾക്ക് പോലും തടയിട്ടുകൊണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് DK ശിവകുമാർ എന്ന പേര് സജീവമായത്. അങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിട്ട പ്രതിസന്ധികളെ അതിജീവിച്ചത് ഈ DKയുടെ തന്ത്രങ്ങളിലൂടെയാണ്. പക്ഷേ DKയ്ക്ക് മുന്നിൽ ഇപ്പോഴിതാ സിദ്ധരാമയ്യ അതിലും വലിയ തന്ത്രങ്ങൾ ആണ് മെനയുന്നത്. ആ തന്ത്രങ്ങളെ എങ്ങനെയാണ് DK ശിവകുമാർ മറികടക്കുക എന്നതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.